കരിയർ ഗൈഡൻസ് സെഷൻസിൽ സംസാരിക്കുമ്പോൾ ഈ സൂണോട്ടിക് ഡിസീസ്, വൺ ഹെൽത്ത്, ഇതൊക്കെ എന്താണ് ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവാം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഭാവിയിൽ സൃഷ്ടിക്കപ്പെടുന്നത്, ഈവൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആവിർഭാവം ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ എമർജ് ചെയ്ത് വരുന്ന മേഖലയാണ് മെഡിക്കൽ, അതേപോലെ തന്നെ വൺ ഹെൽത്തിൽ മെഡിക്കൽ കൂടി ഭാഗമാണ്. പിന്നെ ബയോമെഡിക്കൽ രംഗങ്ങളൊക്കെ, രണ്ടാമത്തെ ചാൻസ് ബയോമെഡിക്കൽ രംഗങ്ങൾക്കാണ്. അപ്പൊ ഇവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സൂണോട്ടിക് ഡിസീസസിനെ കുറിച്ച് പറയണം. ലോകത്ത് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ, അതിപ്പോ കോവിഡ് ആയാലും, പിന്നെ എബോള, KFT, ഏവിയേഷൻ, അതായത് പക്ഷിപ്പനി, നിപ്പ, ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൂണോട്ടിക് ഡിസീസസ് ആയിരുന്നു ഇതിന്റെ കാരണം. എന്താണ് ഈ സൂണോട്ടിക് ഡിസീസസ്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൃഗങ്ങളിൽ ഉള്ള വൈറസസ് അത് മനുഷ്യരിലേക്ക് പകരുകയും അങ്ങനെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത്. സൂണോട്ടിക് ഡിസീസസ് ഓരോന്നായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എയ്ഡ്സ്, എബോള അവരുടെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതി, ഡിഫോറസ്ട്രേഷൻ കാരണം വനം നഷ്ടപ്പെടുമ്പോൾ മൃഗങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നതാണ് എബോളയാണെങ്കിലും KFT, കുരങ്ങുപനി എന്നൊക്കെ പറയുന്നത്. നിപ്പ, പക്ഷിപ്പനി, അത് ഫാമിങ് വളരെ ശാക്തീകരിക്കുകയും ഫ്രൂട്ട് കൾട്ടിവേഷൻ ഒക്കെ മലേഷ്യയിൽ സ്ട്രോങ് ആവുകയും ചെയ്തപ്പോഴാണ് നിപ്പ നമ്മളെ ഉപദ്രവിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ സൂണോട്ടിക് ഡിസീസസ് ആണ്. സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത് മൃഗങ്ങളിലൂടെ വൈറസസ് മനുഷ്യനിലേക്ക് എത്തുകയും മനുഷ്യന് ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വൺ ഹെൽത്ത്, ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. വൺ ഹെൽത്ത് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഗവൺമെന്റും ആരോഗ്യരംഗത്തുള്ള വിചക്ഷണരും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ മേഖലയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ അനിവാര്യമാണ്. അപ്പൊ അത്തരം മേഖലകളിൽ ഇഷ്ടം പോലെ തൊഴിലവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറന്നു പോകാതിരിക്കും.